2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മുടെ ഒരു നയതന്ത്ര നിയമപരമായ ഒരു വലിയ വിജയം തന്നെ. അമേരിക്കൻ സുപ്രീം കോടതി വരെ അയാൾ പോയെങ്കിലും കോടതിയും അയാളെ എക്സ്ട്രഡേറ്റ് ചെയ്യാൻ, ഇന്ത്യയിലേക്ക് അയക്കാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. താൻ മുസ്ലിമാണെന്നും ഇന്ത്യയിൽ ചെന്നാൽ കൊല്ലപ്പെടുമെന്നും ഭീകരമായിട്ട് മർദ്ദിക്കപ്പെടുമെന്നും ഒക്കെ പറഞ്ഞുവെങ്കിലും സുപ്രീം കോടതിയിൽ അത് ഫലിച്ചില്ല. എന്തായാലും തഹാവൂർ റാണയുടെ വിധി ഇപ്പോൾ 18 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്, NIA കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. ഇനി കോടതിയിൽ വിചാരണ നടക്കും, ശിക്ഷ കിട്ടും. എന്താണ് ശിക്ഷ എന്നാണ് കാത്തിരിക്കേണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞത്, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്, ബീഹാറിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലും, പരസ്യമായിട്ടല്ല തൂക്കിക്കൊല്ലും, കാരണം ജനങ്ങളുടെ ഒരു സിമ്പതിയും പ്രാധാന്യവും കിട്ടുന്നതിന് വേണ്ടി എന്ന് ആരോപണം പറയുകയുണ്ടായി. അപ്പം ഈ 2008 മുംബൈ ഭീകരാക്രമണ കേസ് വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാനും. പ്രധാനപ്പെട്ട കാരണം അതിൽ 160 പേര് മരിച്ചതിൽ 6 പേര് അമേരിക്കക്കാരായിരുന്നു. അമേരിക്കയിൽ നിന്ന് വിർജീനിയയിൽ നിന്നുള്ളൊരു സ്വാമി, ഇവിടെ ചബാദ് ഹൗസ്, യഹൂദരുടെ അഭയകേന്ദ്രമായിട്ടുള്ള ചബാദ് ഹൗസ് എന്ന് പറയുന്ന അവിടെയും ആക്രമണം നടന്നു. അവിടെ മരിച്ചവർ, പിന്നെ അവിടെ ജനിച്ചൊരു കുട്ടിയെപ്പറ്റി നമ്മൾ ആ കാലത്തൊക്കെ കാര്യമായിട്ട് എഴുതുകയും ചെയ്തതാണ്. അങ്ങനെ പലരെ പറ്റിയും ആ സമയത്ത് എഴുതുകയുണ്ടായി. അവരുടെ ഇവിടുത്തെ ബന്ധുക്കളെല്ലാം ബന്ധപ്പെടുകയും അവരെ പറ്റിയെല്ലാം കാര്യമായിട്ട് എഴുതുകയും ചെയ്തതാണ്. അപ്പോൾ ഈ സംഭവത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇതിലെ തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തഹാവൂർ റാണ ഈ മുംബൈ ഭീകരാക്രമണ കേസിൽ അമേരിക്കയിൽ അങ്ങേരെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. യാതൊരു ശിക്ഷയും കിട്ടിയില്ല. നേരെ മറിച്ച് അയാൾക്ക് 14 വർഷം ഇവിടെ ശിക്ഷ കിട്ടി. അത് വേറെ കേസിലാണ്. കേസ് എന്താണെന്ന് വെച്ചാൽ, ഇയാളും തഹാവൂർ റാണയും ഇയാളുടെ കൂട്ടാളി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറഞ്ഞ ഒരു കക്ഷിയും, ഇവർ രണ്ടുപേരും കൂടെ ഡെൻമാർക്കിലെ ഒരു പത്രത്തിൽ പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ആ പത്രം ആക്രമിക്കുന്നതിന് പ്ലാനിട്ടു. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള സഹായങ്ങളെല്ലാം ഇവർ ചെയ്തു, ഇവർ രണ്ടുപേരും. ആ കേസിൽ ഹെഡ്ലി 35 വർഷത്തേക്കും ഇയാൾ തഹാവൂർ റാണ 14 വർഷത്തേക്കും ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഹെഡ്ലിക്ക് അതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഹെഡ്ലി ഇടയ്ക്ക് കേസിൽ അമേരിക്കൻ അധികൃതരെയൊക്കെ സഹായിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ അയാളുടെ ശിക്ഷ കുറയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹെഡ്ലി തന്നെ തഹാവൂർ റാണയ്ക്കെതിരെ മൊഴി കൊടുക്കുകയും ചെയ്തു, പലവട്ടം മൊഴി കൊടുക്കുകയും ചെയ്തു. അപ്പം അയാൾ ഡബിൾ ഏജൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏജൻറ്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ തഹാവൂർ റാണയും ഹെഡ്ലിയും പാകിസ്ഥാനിൽ മിലിറ്ററി അക്കാഡമിയിലോ മറ്റോ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്, ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ളവരാണ്. ഈ തഹാവൂർ റാണ പിന്നീട് മിലിറ്ററി ഡോക്ടറായിരുന്നു. അതിനുശേഷമാണ് കാനഡയിലേക്ക് മിഗ്രേറ്റ് ചെയ്തു, അവിടെ പൗരത്വം എടുത്തു. അതിനുശേഷം ഭാര്യയും 3 പിള്ളേരെയും കൊണ്ട് ചിക്കാഗോയിൽ വന്ന് താമസമാക്കി. ചിക്കാഗോയിൽ ഒരു ഇമിഗ്രേഷൻ സർവീസ് ചെറിയ തോതിൽ നടത്തി. അതുപോലെ തന്നെ ഒരു കശാപ്പ് കട നടത്തി, ഹലാൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് നടത്തി. ഇതൊക്കെയായിരുന്നു പരിപാടികൾ. അപ്പം വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അന്ന് ഉള്ളവർ പറയുന്നത്. ഇനി ഹെഡ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ, ഹെഡ്ലിയുടെ അപ്പൻ പാകിസ്ഥാൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു ആണ് പറയുന്നത്. ഡിപ്ലോമാറ്റ് 50കളിലാണ്. അപ്പോൾ അവിടെ ടൈപ്പിസ്റ്റോ സെക്രട്ടറി ആയിട്ട് വന്നതാണ്. ഇങ്ങേരുടെ അമ്മ ഒരു ഫിലഡൽഫിയക്കാരി, അമേരിക്കക്കാരിയാണ്. അപ്പോൾ അവരെ ഈ ഡിപ്ലോമാറ്റ് അവർ തമ്മിൽ ലോഹ്യമായി അവരെ വിവാഹം കഴിച്ച് അവർക്ക് 3 കുട്ടികൾ. അപ്പോൾ അതിനുശേഷം അവർ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയി. ഈ ഭാര്യയും അടക്കം അവിടെ പാകിസ്ഥാനിൽ പോയി. പക്ഷെ പാകിസ്ഥാനിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ഇങ്ങേരുടെ അപ്പൻ ശരിക്ക് സയ്യദ് ഗിലാനി. അപ്പോൾ ഗിലാനി വളരെ റിലീജിയസ്, വളരെ മതഭക്തനായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മയ്ക്ക് അത് സഹിക്കാനാവുന്നില്ല. അവർ വളരെ ഫ്രീ ആയിട്ട് ജീവിച്ച വ്യക്തിയാണ്. അവർ അയാളെ വിട്ടുപോയി. അതിനുശേഷം അവർ കാബൂളിൻ്റെ ഒരു പ്രിൻസിനെ, ഒരു രാജകുമാരനെ കല്യാണം കഴിച്ചെന്ന്. ആ രാജകുമാരൻ സ്ഫോടനത്തിലോ മറ്റോ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. എന്തായാലും അവർ തിരിച്ചു വന്നു. പിന്നെ അവർക്ക് പലരുമായിട്ടും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഫിലഡൽഫിയയിൽ ഒരു ഖൈബർ പാസ് എന്ന് പറഞ്ഞൊരു ബാറ് നടത്തുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ആരോ സഹായിച്ചാണ് ബാർ നടത്തുന്നതിന് പൈസ കിട്ടിയത്. അപ്പോൾ ഇതേ സമയം തന്നെ ഇവർ മാത്രമേ തിരിച്ചു പോന്നിട്ടുള്ളൂ. മക്കൾ പാകിസ്ഥാനിൽ തുടരുകയാണ്. 2 മക്കളാണെന്നാണ് തോന്നുന്നത്. ഹെഡ്ലിയും സഹോദരിയും സൈദ എന്ന് പറഞ്ഞ്.
അപ്പോൾ അവരും മക്കൾ അവിടെ തുടർന്നു. അതിനുശേഷം ഏതാനും വർഷത്തിന് ശേഷം ഇവിടെ ഹോട്ടലൊക്കെ തുടങ്ങിയതിന് ശേഷം, ബാറൊക്കെ തുടങ്ങിയതിന് ശേഷം ഇവർ തിരിച്ച് പാകിസ്ഥാനിൽ ചെന്നു മക്കളെ പറ്റി അന്വേഷിച്ച്. എന്നിട്ട് മകനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഹെഡ്ലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഹെഡ്ലിയുടെ പേര് ദാവൂദ് ഗിലാനി എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ അയാളത് പേര് മാറ്റിയതാണ്. കാര്യം അമേരിക്കയിൽ ജനിച്ചതാണ്, അമേരിക്കൻ പൗരനാണ് എന്നിട്ടാണ് അയാൾ പേര് മാറ്റുന്നത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പേരാക്കി കളഞ്ഞു. അപ്പോൾ അതിനുശേഷം അയാളെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ചെറുപ്പകാലമാണ്. എല്ലാവിധ വൃത്തികേടുകളും കള്ളുകുടിയും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അക്കാലത്തെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇയാൾ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയി ഭയങ്കര മതഭക്തനും വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരാളായി മാറി. പിന്നീട് അയാൾ തിരിച്ചു വന്നു. അയാളൊരു പാകിസ്ഥാൻകാരിയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 3 കുട്ടികളോ മറ്റോ ഉണ്ട്. ചിക്കാഗോയിൽ എന്തോ ഒരു ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പഴയ ബാല്യകാല സുഹൃത്താണല്ലോ റാണയുടെ ഇമിഗ്രേഷൻ സർവീസിൽ, അതായത് ട്രാവൽ ഏജൻസി ഇമിഗ്രേഷൻ സർവീസ്, അവിടെ എന്തോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ ഗൂഢാലോചനകൾ, അതായത് ഈ ഡെൻമാർക്കിലെ കാർട്ടൂൺ വരച്ചവരെ അവരെ ആ പത്രം ആക്രമിക്കാനുള്ള പരിപാടിയൊക്കെ തയ്യാറാക്കുന്നത്. അതിന് സന്നദ്ധരായിട്ട് ഈ ലഷ്കർ ഇ ടൊയ്ബ അവരാണ് രംഗത്ത് വരുന്നത്. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി. അതിന് ഈ ട്രാവൽ ഏജൻസിയുടെ ഒക്കെ മറവിൽ ഈ ഹെഡ്ലി അവിടെയൊക്കെ പോയി അതിലൊരു സർവെയിലൻസ്, അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താമെന്നുള്ളൊരു അന്വേഷണം ഒക്കെ മുൻകൂട്ടി നടത്തിയിരുന്നു. അതിനുശേഷം അത് ഈ മുംബൈ ആക്രമണം നടക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ആ ആക്രമണം നടന്നില്ല. ആ ഗൂഢാലോചന മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് ആക്രമണമൊന്നും നടന്നില്ല. ഡെൻമാർക്കിലൊരു ആക്രമണം നടന്നില്ല. അതിനുശേഷം മുംബൈയിൽ പോയി അവിടെ 5 തവണ പോയി എന്നാണ് പറയുന്നത്. അവിടെ ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഈ ട്രാവൽ ഏജൻസിയുടെ മറവിലും, അതുപോലെ തന്നെ ഈ പേരിൻ്റെ മറവിലും, ഒരു പകുതി അമേരിക്കക്കാരനാണല്ലോ ഹെഡ്ലി, അതിൻ്റെ മറവിലും അവിടെയെല്ലാം പോയി സന്നദ്ധവും എല്ലാം സജ്ജമാക്കി വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിവരങ്ങളാണ് റാണ മുഖേന ഈ LETക്ക് കൈമാറിയത്. അതുപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗൂഢാലോചനയിലും ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് സഹായങ്ങൾ ചെയ്യുന്നതിന് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2009 മറ്റാണ് ഇവർ പിടിയിലാവുന്നത്. ഡാനിഷ് കേസിലാണ് പിടിയിലാവുന്നത്. പിന്നീടാണ് ഇന്ത്യൻ ആക്രമണത്തിൻ്റെ കാര്യങ്ങളും ഇവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഇന്ത്യൻ കോടതിയും ഈ ഹെഡ്ലിയെ വീഡിയോ വഴി വിസ്തരിക്കുകയുണ്ടായി. ജയിലിലായിരുന്ന, ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെ. അപ്പോൾ അതിൽ ഇന്ത്യൻ കോടതി മുംബൈ ആക്രമണത്തിൽ നിന്ന് ഹെഡ്ലിയെ ഒഴിവാക്കി. ശരിക്കുള്ള അയാളാണ്, പക്ഷെ അയാളെ ഒഴിവാക്കി. പകരം അയാൾ റാണയ്ക്കെതിരെ മൊഴി കൊടുത്തു. അങ്ങനെ കൂട്ടുകാരനെതിരെ മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തൊരു പാർട്ടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റാണ നേരിട്ടൊരു കാര്യവും ചെയ്തില്ലെങ്കിലും ജയിലിലായി. ഗൂഢാലോചന കേസിൽ ജയിലിലായി 14 വർഷം ശിക്ഷിക്കപ്പെട്ടു. ഇപ്പം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴത്തേക്കാണ് ഇന്ത്യ ഗവൺമെൻറ് അയാളെ എക്സ്ട്രാഡേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതും സുപ്രീം കോടതി വരെ അനുവദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ തിരിച്ച് അവിടെ ചെന്നു. അപ്പം അതിൻ്റെ കുറ്റകൃത്യത്തെപ്പറ്റി ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയിൽ അയാളെ കുറ്റവിമുക്തനാക്കി. ഇന്ത്യൻ ആക്രമണത്തെപ്പറ്റി അയാൾക്ക് കുറ്റമൊന്നുമില്ല, കുറ്റവിമുക്തനാക്കി. നേരെ മറിച്ച് അതേ കുറ്റത്തിന് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ എന്തും സംഭവിക്കാം. കാരണം ഇന്ത്യയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റമാണ്. നമ്മൾ വിചാരിക്കും അയാൾ ആരെയും കൊന്നിട്ടില്ല, തോക്കെടുത്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല, പഴയ അയാൾ സഹായിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള സഹായം എത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനയാകുമ്പോൾ അതൊരു രാജ്യദ്രോഹ കുറ്റമായി. അപ്പോൾ ആ കേസ് വളരെ വലുതായി മാറുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു ഗൂഢാലോചന കേസ്, അത് ഒഴിവാക്കപ്പെട്ട ഒരു കുറ്റമാണ്, വിമുക്തനാക്കപ്പെട്ടതാണ്. അപ്പോൾ ആ ടെറിട്ടറി രാജ്യം മാറുമ്പോഴത്തേക്ക് അത് കുറ്റകൃത്യത്തിൻ്റെ ആ ഗൗരവം വ്യത്യാസപ്പെടുന്നു. എന്തായാലും ഇന്ത്യൻ കോടതികളിൽ നിന്ന് അയാൾക്ക് നീതി ലഭിക്കുമെന്നും, പക്ഷെ നീതി ലഭിച്ചാൽ കൂടി ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് നമ്മുടെ രാജ്യത്ത് ആനുകൂല്യങ്ങൾ ഒരു ദയാപൂർവം പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ കൂടി കുറ്റം രാജ്യദ്രോഹമാണ്. കാരണം വലിയ കുറ്റമാണ്. അവിടാണ് അതിൻ്റെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും അയാൾക്ക് നീതി ലഭിക്കട്ടെ. നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷം ഒരു പ്രതികാര മനസ്ഥിതിയല്ല, നീതി കിട്ടണം അയാൾക്ക്. നമ്മുടെ രാജ്യത്തിന് നീതി കിട്ടണം, അതുപോലെ തന്നെ അയാൾക്ക് നീതി കിട്ടിക്കോട്ടെ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രതികാര മനസ്ഥിതിയല്ല, നീതി. അപ്പം ഇന്ത്യയെ ആക്രമിക്കാനും അതിനെ സഹായിക്കാനും ഒക്കെ ചെയ്തവർക്ക് ഏത് രീതിയിലാണ് നീതി നടപ്പാക്കേണ്ടതെന്ന് അത് തീർച്ചയായിട്ടും കോടതികളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും
ഇയാളൊരു ബിഗ് ഫിഷ് ഒന്നും അല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇന്ത്യൻ പത്രങ്ങളിലും മീഡിയയിലും ഒക്കെ പറയുന്ന പോലെ ഒരു ബിഗ് ഫിഷ് ഒന്നുമല്ല. ഒരു ചെറു മത്സ്യം മാത്രമാണ് ഇയാൾ. പക്ഷേ കുറ്റം വലുതാണെന്ന് മാത്രം.